അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഹെയർ കളർ ഹൈലൈറ്റിംഗ് കിറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. വൈബ്രൻറ്റ് ബ്ലോണ്ടാണ് നമ്മൾ കളർ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ വരുന്നത് നോക്കിയല്ലോ, എങ്ങനെയാണ് പാക്കിങ് വരുന്നത് നോക്കാം. 2 ബോക്സ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 1 ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ സ്റ്റെപ്പ് 2 അങ്ങനെ 2 എണ്ണം വരുന്നത് കേട്ടോ. സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 1 അതാണ് അലുമിനിയം ഫോയിൽ. എനിക്ക് ഒരു ഐഡിയ അതെ ഞാൻ ചെയ്യാൻ പോകും. ഇപ്പോൾ ഒരു ഐഡിയയും ഇല്ല കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് 1ൽ വരുന്നത് ഇത് അലുമിനിയം ഫോയിൽ പിടിക്കുക കേട്ടോ. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ബ്രഷ് വരുന്നുണ്ട്. പിന്നെ ഇത് ഡെവലപ്പർ ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, അതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഗ്ലൗസ് വരുന്നുണ്ട് 2 എണ്ണം. പിന്നെ നമുക്ക് ബ്ലോണ്ടർ പൗഡറും 2 ബ്ലോണ്ടർ പൗഡർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൗ ടു യൂസ് ഇതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 1 ചെയ്യാം. ആദ്യം നമുക്ക് ഇതിനെ സ്റ്റെപ്പ് 1 ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നമ്മുടെ ബോക്സിൽ നോക്കിയാൽ അറിയാം. സ്റ്റെപ്പ് 2 മറ്റേ കളർ അതായത് ഇത് ചെയ്യാൻ തോന്നുന്നു. സ്റ്റെപ്പ് 1ൽ പറയുന്നത് പ്രീ ലൈറ്റിനിങ് ആണ്. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ ഒക്കെ വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 1 ചെയ്യാൻ തുടങ്ങിയാലോ. ആദ്യം നമ്മൾ മുടിയെല്ലാം വകച്ചിലെടുത്തിട്ട് നല്ല ജടയെല്ലാം കളയണം കേട്ടോ. അങ്ങനെ കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഗ്ലൗസ് വെയർ ചെയ്യുക. ഗ്ലൗസ് വെയർ ചെയ്തിട്ട് നമ്മൾ സ്റ്റെപ്പ് 1 എന്നുള്ള ആ ബോക്സിൽ അതിൽ പ്രോഡക്റ്റ്സ് തന്നിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബൗളിൽ ഒരു നല്ലൊരു ഗ്ലാസ് ബൗൾ എടുത്തോളൂ കേട്ടോ. ആ ബൗളിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2 ബ്ലോണ്ട് പൗഡറും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഡെവലപ്പറും ഉണ്ടായിരുന്നത്. അത് ഫുള്ള് നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഫുള്ള് യൂസ് ചെയ്തതിന് ഭയങ്കര കുത്തുന്ന ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. ആ പൊടിക്ക് ഭയങ്കര ഒരു അലർജിക് സ്മെല്ലുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഹെയർ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാനത് നന്നായിട്ട്, അതായത് ഞാൻ സ്ട്രാൻഡ്സ് പോലെ എടുക്കാതെ നമ്മൾ ഒരു സിക്സാക് ടൈപ്പിൽ സ്ട്രാൻഡ്സ് എടുത്തിട്ട് വേണം ചെയ്യാൻ. ചെറിയ സ്ട്രാൻഡ്സ് എടുത്തിട്ട് വേണം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മുടി എടുത്തിട്ട്, അതായത് സ്ട്രാൻഡ്സ് ആയിട്ട് തന്നെ എടുത്താൽ, പക്ഷെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് എന്ത് ചെയ്തു, കുറച്ച് വണ്ണത്തിലെടുത്തിട്ടാണ് ഞാനത് ചെയ്തത്. അത് കാരണം എനിക്ക് ചെറുതായിട്ടൊരു അബദ്ധം പറ്റി. അപ്പോൾ അത് എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, അവൈലബിൾ ആണ്. ഓരോരുത്തർ ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസസ് കാണിക്കുന്നതും ഒക്കെ ഉണ്ട്. ഞാനും അതുപോലെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ അത് ചെയ്യാം എന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചത്. എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഫോയിൽ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹെയറിന് വേണ്ട അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ലെങ്ത്തിൽ തന്നെ ഫോയിൽ പേപ്പർ എടുക്കുക. പിന്നെ എനിക്ക് മിറർ നോക്കി ചെയ്യാത്ത കാരണം ഇപ്പം ഞാൻ ചെയ്തത് പെർഫെക്റ്റ് ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മിററിൽ നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിററിൽ നോക്കിയിട്ടോ പിന്നെ ഞാൻ ചെയ്തത്. കാരണം എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ ഫോണിൽ നോക്കി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും കൂടി പറയാം, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അതായത് ഞാൻ ചെറിയ സിംഗിൾ സ്ട്രാൻഡ്സ് എടുത്ത് ചെയ്യേണ്ടതിന് പകരം, ഹൈലൈറ്റ് ചെയ്യേണ്ടതിന് പകരം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തു. അതാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഫുള്ളും ഇങ്ങനെ ചെയ്തു കേട്ടോ. എൻ്റെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മളത് ചെയ്തതിന് ശേഷമുള്ള ഹെയർ ആട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഉണക്കണം. ഞാൻ നാച്ചുറലായിട്ട് തന്നെ ഉണക്കിയത്. നമ്മൾ 30 മിനിറ്റ്സാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തിട്ട് വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാമ്പു വാഷ് ചെയ്തു. അതിന് ശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എടുക്കുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ കളറണ്ടും അതുപോലെ തന്നെ ഒരു ഡെവലപ്പറും വരുന്നുണ്ട്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. നമ്മൾ ഷാമ്പൂ കണ്ടീഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുള്ള ലുക്കാണ് കേട്ടോ ഇത്. ഞാൻ ഇതിൽ ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ പഴയ ലുക്കാണോ ഈ ലുക്കാണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.